വിഷ്ണു, ഒരു അതിജീവിത നീതി തേടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു കറുത്ത കാഴ്ചയ്ക്കാണ് ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. അതുമാത്രമല്ല, വളരെ കൃത്യമായ രീതിയിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട്, തങ്ങളുടെ നീതിക്കായി വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോൾ ഇതാ പുറകോട്ട് പോയിരിക്കുന്നു, ആ ഒരു നീതി അവർക്ക് ലഭിക്കുന്നില്ല, നാളെ സുപ്രീം കോടതിയിൽ മാത്രമാണ് അവർക്കൊരു പ്രതീക്ഷ എന്നാണ് ഇന്ന് അവർ പ്രതികരിച്ചത്. അതുമാത്രമല്ല, വളരെ ശക്തമായ പ്രതിഷേധം ഇന്ന് അവരോടൊപ്പം തന്നെ അവിടെ രാജ്യതലസ്ഥാനത്ത് നടപ്പാക്കുകയുണ്ടായി. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സിന്ധൂരി, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ന് ദില്ലി ജന്തർ മന്ദറിൽ അരങ്ങേറിയത്. അതിജീവിതയുടെ മാതാവും ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഏകദേശം 3 മണിക്കൂറിന് മുകളിലാണ് നീണ്ടുനിന്നത്. എന്തായാലും അതിജീവിത ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നീതി ലഭ്യമാക്കണം എന്ന് തന്നെയാണ്. കാരണം കുൽദീപ് സിംഗ് സെൻഗാർ ഇത്തരത്തിൽ ജയിലിന് പുറത്തു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവന ഭീഷണിയുണ്ട്, ഇപ്പോൾ തന്നെ ജീവന ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷ മരവിപ്പിച്ച ദില്ലി ഹൈക്കോടതി വിധി അത് റദ്ദാക്കണമെന്ന ആവശ്യം തന്നെയാണ് അതിജീവിത ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിജീവിതയുടെ അമ്മയും ഇക്കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രതികരണം തന്നെയാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്നൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ അതിജീവിത ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്നത്. അത്തരത്തിൽ ഉദ്യോഗസ്ഥരടക്കം ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ കേസ് ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ CBIക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടുമുണ്ട്. നാളെ ഇനി CBI നൽകിയിരിക്കുന്ന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. അതായത് CBI നൽകിയിരിക്കുന്ന ഹർജി എന്ന് പറയുന്നത് ദില്ലി ഹൈക്കോടതി വിധി റദ്ദാക്കണം, സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ ഹർജി എന്തായാലും നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന ഒരു ആത്മവിശ്വാസവും ഇപ്പോൾ അതിജീവിത ഉൾപ്പെടെ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന പ്രതിഷേധമാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടന്നത്. ഈ പ്രതിഷേധത്തിന് ഇടയിൽ അതിജീവിതയുടെ അമ്മയ്ക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അതിജീവിതയുടെ അമ്മ തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. നിലവിൽ ഇവരുടെ ആരോഗ്യം യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നു എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? സിന്ധൂരി, തീർച്ചയായിട്ടും അത്തരത്തിൽ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ജന്തർ മന്ദറിൽ നടന്നത്. ഏകദേശം 1 മണിക്ക് ശേഷമാണ് പ്രതിഷേധം ആരംഭിച്ചത്. ആ പ്രതിഷേധം തുടങ്ങി ഒരു 4 മണിക്ക് 4:15 കൂടിയാണ് ഒരു ദേഹാസ്വാസ്ഥ്യം ആദ്യം മാതാവിന് അനുഭവപ്പെട്ടത്. പിന്നാലെയാണ് അതിജീവിതയ്ക്കും ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. എന്തായാലും അപ്പോൾ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം.